വാർത്തകളിലേക്ക് വിശദമായി. സിൽവർ ലൈനും സമരങ്ങളും. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ UDF എംപിമാരെ കയ്യേറ്റം ചെയ്ത് ഡൽഹി പോലീസ്. ഹൈബി ഈഡൻ എംപിയുടെ മുഖത്തടിച്ചെന്നും മറ്റുള്ളവരെ പിടിച്ചു തള്ളിയെന്നും എംപിമാർ ആരോപിച്ചു. സ്ത്രീ എന്ന പരിഗണന നൽകാതെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് രമ്യ ഹരിദാസ് കുറ്റപ്പെടുത്തി. രാവിലെ 10:30 വിജയ് ചൌക്കിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധവുമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ എംപിമാരെ ഡൽഹി പോലീസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച എംപിമാരെ പോലീസ് വളഞ്ഞിട്ടും മർദ്ദിച്ചു. പോലീസ് ഹൈബി ഈഡൻ എംപിയുടെ മുഖത്തടിച്ചെന്ന് മറ്റ് എംപിമാർ കുറ്റപ്പെടുത്തി. ജീൻ കുര്യാക്കോസ്, GN പ്രതാപൻ, K മുരളീധരൻ, ബെന്നി ബെഹന, NK പ്രേമചന്ദ്രൻ എന്നിവരെയും പോലീസ് കയ്യേറ്റം ചെയ്തു. പുരുഷ പോലീസ് മർദ്ദിച്ചെന്ന് രമ്യ ഹരിദാസ്. സമാധാനപരമായിട്ട് എല്ലാ കാലവും പാർലമെന്റ് ജനപ്രതിനിധികൾ സമരം ചെയ്യാറുണ്ട്, അത് പ്രകടനം വിളിക്കാറുണ്ട്. അതുപോലും തടസ്സപ്പെടുത്തുന്നതിന് ആരാ ഇവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? ഒരു വനിത MPയെ പോലും ദേഹോദ കഴിപ്പിക്കാൻ നോക്കുകയാണ്. ഇതാണ് അവരുടെ സംസ്കാരം. MPമാർക്ക് പാർലമെന്റിൽ രക്ഷയില്ലേ? ഞങ്ങൾക്ക് പാർലമെന്റിൽ എംപിമാരാണെന്ന് അറിയിച്ചെങ്കിലും പോലീസ് പാർലമെന്റ് വളപ്പിലേക്ക് കടത്തിവിട്ടില്ല. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ ഈ രാജ്യത്ത് മോദി സർക്കാരും പിണറായി സർക്കാരും അനുവദിക്കുന്നില്ല. ഇത് തോന്നിവാസമാണ് കാണിക്കുന്നത്. മോദി സർക്കാരിന്റെയും പിണറായി വിജയൻ സർക്കാരിന്റെയും ഏറ്റവും ഫാസിസ്റ്റ് നടപടിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും നെറുകെട്ട ഒരു രീതി ഇന്ന് വരെ കണ്ടിട്ടില്ല. പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിൽ പോകാൻ സമ്മതിക്കാത്ത എന്ത് ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്? MPമാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല രാജ്യത്ത്. ഇറ്റ് ഈസ് വെരി സീരിയസ്. സുരക്ഷാ കാരണങ്ങളാൽ മാർച്ച് നടത്താൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും അത് മറികടന്ന് ഒടുവിൽ എംപിമാർ പാർലമെന്റിലേക്ക് കടക്കുകയായിരുന്നു. ന്യൂസ് 18 ഡൽഹി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ UDF എംപിമാരെ കയ്യേറ്റം ചെയ്ത് ഡൽഹി പോലീസ്. ഹൈബി ഈഡൻ എംപിയുടെ മുഖത്തടിച്ചെന്നും മറ്റുള്ളവരെ പിടിച്ചു തള്ളിയെന്നും എംപിമാർ ആരോപിച്ചു. എംപിമാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. വിഷയം കോൺഗ്രസ് എംപിമാർ ഉന്നയിച്ചപ്പോഴാണ് സഭാധ്യക്ഷൻ ഈ ഉറപ്പു നൽകിയത്. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ എന്നിവരും രാജ്യസഭയിൽ KC വേണുഗോപാലുമാണ് വിഷയം ഉന്നയിച്ചത്. എംപിമാരെ മർദ്ദിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തണം. കാരണം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ദിവസമാണിന്ന്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിൽ കുറെ ഇടനിലക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ തമ്മിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി, ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടി. നേരത്തെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് എല്ലാ അന്വേഷണവും ഇല്ലാതായി പോയത്. അന്ന് ഇടനിലക്കാരായി പ്രവർത്തിച്ച അതേ ആളുകൾ തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ കുറെ ദിവസമായി പ്രവർത്തിക്കുകയാണ്. അതും ഈ മർദ്ദനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം. പാർലമെന്റിന് മുമ്പിൽ UDF എംപിമാർക്ക് നേരെ നടന്ന പോലീസ് കയ്യേറ്റത്തെ ന്യായീകരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ.
എംപിമാരുടെ നടപടി വിവരക്കേടാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. വാർത്തയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് എംപിമാർ നടത്തിയത്. അതീവ സുരക്ഷാ മേഖലയിൽ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടക്കാറില്ല. പോലീസുകാർക്ക് സിൽവർ ലൈൻ സമരമെന്നോ മറ്റേതെങ്കിലും സമരമെന്നോ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിലേക്ക് റെയിൽവേ മന്ത്രിയെ പ്രധാനമന്ത്രി വിളിച്ചുവരുത്തി. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തും. പദ്ധതി നടപ്പാക്കരുതെന്ന് കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ ആവശ്യപ്പെട്ടു. പാർലമെന്റ് ഹൌസിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഇരുവരും 20 മിനിറ്റോളം ചർച്ച നടത്തി. മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി VP ജോയിയും ജോൺ ബ്രിട്ടാസ് എംപിയും ഉണ്ടായിരുന്നു. സിൽവർ ലൈൻ ഉൾപ്പെടെ ചർച്ചയായി കൂടിക്കാഴ്ചയിലേക്ക് റെയിൽവേ മന്ത്രിയെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തി. കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെടുമ്പോൾ സിൽവർ ലൈനിൽ പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി ചിരിയിൽ ഒതുക്കി. സിൽവർ ലൈൻ, തിരുവനന്തപുരം ലൈറ്റ് മെട്രോ തുടങ്ങിയ പദ്ധതികൾക്ക് പിന്തുണ തേടി കഴിഞ്ഞ വർഷം ജൂലൈയിലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഡിസംബറിൽ കത്തയക്കുകയും ചെയ്തു. അതേസമയം സിൽവർ ലൈൻ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ, TN പ്രതാപൻ, ആന്റോ ആന്റണി എന്നീ എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പദ്ധതി ഉപേക്ഷിക്കണമെന്ന് UDF എംപിമാർ ആവശ്യപ്പെട്ടു. ഈ പദ്ധതി ഇങ്ങനെ പോയാൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയെ അടിയന്തരമായി വന്നു കണ്ട് മിന്നൽ സന്ദർശനം നടത്തി മിന്നൽ അനുമതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് 18 ഡൽഹി. മുഖ്യമന്ത്രിയുടെ വസതി ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ല് നാട്ടി BJP. പോലീസിനെ കബളിപ്പിച്ച് കല്ല് നാട്ടിയെന്ന് ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പറഞ്ഞു. യുവമോർച്ച പ്രവർത്തകരാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ല് നാട്ടിയത്. പ്രതിഷേധ യാത്രയായി കൊണ്ടുവന്ന കല്ലുകൾ മന്ത്രിമന്ദിരങ്ങൾക്ക് മുന്നിലും തിരുവനന്തപുരത്തെ ഇടത് MLA-യുടെ വീടുകൾക്ക് മുന്നിലും സ്ഥാപിക്കുമെന്ന് രാജേഷ് പറഞ്ഞു. അതേസമയം ക്ലിഫ് ഹൌസിനടുത്തെ കെട്ടിടത്തിന് സമീപമാണ് കല്ല് നാട്ടിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടുമായി ബന്ധമില്ല. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെയാണ് കല്ല് സ്ഥാപിച്ച വസ്തുവിലേക്ക് പ്രതിഷേധക്കാർ കടന്നതെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുടെ അപകടകരമായ വണ്ടിയോടിക്കൽ. കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരായ വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ക്യാമ്പസുകളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളതാണ്. പക്ഷേ അത് മറികടക്കുന്ന ഒരു സംഭവമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? കാറിലെത്തിയതും വിദ്യാർത്ഥികൾ തന്നെയാണോ? രേണുക, തീർച്ചയായും കാറിലെത്തിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ്, അതായത് കോഴിക്കോട് നഗരമധ്യത്തിലുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളാണ് കാറിലെത്തിയത്. അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ ആൾട്രേഷൻ നടത്തിയ വാഹനമാണ്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിന് നിയമപരമായ അനുമതിയില്ല. ഇതെല്ലാം മറികടന്നുകൊണ്ട്, ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്ത്, അതായത് സ്കൂളിലെ കോമ്പൗണ്ടിൽ, ഈ ഗ്രൗണ്ടിലാണ് വലിയ തോതിൽ തന്നെ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയത്. ഇതിൽ ആ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് 2 കുട്ടികൾ സഞ്ചരിച്ച ബൈക്കിന് ഇടിക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾ ഈ വാഹനം
ഓടിച്ചിരിക്കുന്ന കുട്ടികൾ, ഈ കാർ ഓടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടി ഉണ്ടാവും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ 25 വയസ്സ് വരെ ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഉടമ ആരാണെങ്കിലും അവർക്കെതിരെ കേസെടുക്കും. വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യവും ചർച്ചയിലുണ്ട് എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ സാധാരണ നിലയിൽ നമുക്ക് നഗരങ്ങളിലൂടെ ഈ നഗരമധ്യത്തിലാണ് ഇത് നടക്കുന്നത്. ഈ വാഹനം നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞാണ് ഈ വാഹനങ്ങൾ പോവുകയും ഈ ഗ്രൗണ്ടിലിട്ട് കറക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ഈ സമീപവാസികൾക്കെല്ലാം തന്നെ ഇത് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുണ്ടായി. ഇതിനിടയിലാണ് മറ്റ് കുട്ടികൾ സഞ്ചരിച്ച ബൈക്കിനിടിക്കുന്നത്, അവർ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. തൃശൂർ ചേർപ്പിൽ സഹോദരനെ കൊന്നു കുഴിച്ചുമൂടി. ബാബു എന്ന യുവാവിനെയാണ് സഹോദരൻ സാബു കൊലപ്പെടുത്തിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 15-ന് രാത്രി മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരൻ പിടിയിലായത്. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജില്ലാ ജഡ്ജിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിച്ചു. പാലക്കാട്ടെ കലാകാരന്മാരുടെ കൂട്ടായ്മയും പ്രതിഷേധ മാർച്ച് നടത്തി. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.